പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്തു വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണം സമ്പാദിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ കൂടുതൽ ആളുകളും ഓരോരോ ജോലികൾ ചെയ്ത് വരുമാനം നേടുകയും അത് അങ്ങനെ തന്നെ ചെലവാക്കുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു തെറ്റാണെന്ന് പറയുകയല്ല ഞാൻ, മറിച്ച് വരുമാനവും ചെലവും തമ്മിൽ ബാലൻസായി പോകുന്നില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ജീവിതത്തിൽ 2-3 വർഷങ്ങൾക്കുള്ളിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്തു വയ്ക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ട് എന്ന് പറയാം. ഇങ്ങനെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരിക്കുവാൻ നാം ജീവിതത്തിൽ 2 കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. ഈ 2 കാര്യങ്ങളിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ 2-3 വർഷങ്ങൾ കൊണ്ട് 10 ലക്ഷം രൂപ എളുപ്പത്തിൽ സേവ് ചെയ്തു വയ്ക്കുവാൻ സാധിക്കും. പലരും കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വരുമാനവും ചെലവും തമ്മിൽ എല്ലാ മാസവും ബാലൻസായി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല എന്നാണെങ്കിൽ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്ന ചെലവുകളെല്ലാം തന്നെ ഭംഗിയായി കുറച്ചുകൊണ്ട് ഇത് ബാലൻസ് ചെയ്യണം. ഭംഗിയിൽ എന്ന് ഞാൻ പറയുവാൻ കാര്യം, നമുക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് ഇല്ലാത്ത വിധത്തിൽ സമർത്ഥമായി ചെലവ് കുറച്ചുകൊണ്ട് നമുക്കിത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കണം. അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങൽ, ട്രാവലിംഗ് എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, ആഡംബരം, സ്വർണം മാറ്റി വാങ്ങൽ, ഇതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് ഓരോ മാസവും മാസ ആരംഭത്തിൽ തന്നെ നമ്മളൊരു വെള്ള പേപ്പറിൽ നമ്മുടെ അതാതു മാസത്തെ ചെലവുകൾ എഴുതി തിട്ടപ്പെടുത്തി വയ്ക്കാം. ഇതുപോലെ എഴുതി തിട്ടപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരമാവധി ശ്രമിക്കണം. അതിനുശേഷം മാസ അവസാനം ആകുമ്പോഴേക്കും ഏതെല്ലാം ചെലവുകളാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നത് എന്ന് മനസ്സിലാക്കുകയും അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ ഇത്തരം ചെലവുകളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാൻ ശ്രമിക്കണം. ചില ആളുകൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നും. ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ഹോബിയായി മാറുകയും ഒരുതരം അഡിക്ഷൻ ആവുകയും ചെയ്യും. പണം ചെലവാക്കുമ്പോൾ ആവശ്യം, അത്യാവശ്യം എന്നിവ തരംതിരിച്ച് മാത്രം ചെലവാക്കുക. അങ്ങനെ എല്ലാ ചെലവുകളും കൃത്യമായി അനലൈസ് ചെയ്യുന്നതിലൂടെ 2-3 മാസം കൊണ്ട് അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കണം. പരിധിയിൽ കൂടുതൽ കടമുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വർക്കൗട്ട് ആവുകയില്ല. അങ്ങനെയുള്ളവർ അനാവശ്യ ചെലവുകളെല്ലാം കുറച്ച് കുറേയൊക്കെ പിശുക്ക് കാണിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടങ്ങൾ വീട്ടുവാൻ നോക്കണം. ഇനി ചികിത്സാ ചെലവുകൾ വഹിക്കുന്ന ഒരാൾക്ക് പൊതുവെ പണം സമ്പാദിക്കുവാനും സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറച്ചുകൊണ്ട് വരുമാനം കൂട്ടുക തന്നെ വേണം. നമ്മുടെ വരുമാനവും ചെലവുകളും ബാലൻസ് ചെയ്തു പോയില്ലെങ്കിൽ നമ്മൾ കടക്കെണിയിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് സാമ്പത്തികമായി നമ്മൾ സേഫ് സോണിൽ മുന്നോട്ട് പോകുവാൻ ശീലിക്കണം. ഇങ്ങനെ 2-3 മാസങ്ങൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഇത് നമുക്കൊരു ശീലമായി മാറുകയും സാമ്പത്തികമായിട്ട് നമുക്കൊരു സുരക്ഷിതത്വ ബോധം കൈവരികയും ചെയ്യും. അപ്പോൾ കുറച്ച് സമ്പാദിക്കാം എന്നുള്ള ഒരു തോന്നൽ ഉടലെടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് നമ്മൾ സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കണം. സമ്പാദിക്കണം എന്ന് പറയുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സമ്പാദിക്കണമെങ്കിൽ നമ്മുടെ ചെലവെല്ലാം കഴിഞ്ഞ് ധാരാളം പണം അവശേഷിക്കണം. അഥവാ സമ്പാദ്യത്തിലേക്ക് നീക്കി വെച്ചിട്ടും ചെലവുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ മാത്രം പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണം. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ധാരാളം പണമുണ്ടെന്ന്. അനേക വ്യക്തികളിൽ, അനേക സ്ഥലങ്ങളിൽ ധാരാളം പണമുണ്ട്. അപ്പോൾ ആ പണം നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു കഴിവുണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ
ഏറ്റവും കൂടുതൽ പണം നമ്മളിലേക്ക് എത്തുവാനുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടെത്തി അത് പ്രയോഗിക്കണം. അതായത് അധ്വാനിച്ച് വരുമാനമുണ്ടാക്കി ജീവിച്ചു പോകുന്നതിനോടൊപ്പം കൂടുതൽ പണം ഉണ്ടാക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അല്ലെങ്കിൽ സ്കിൽ കൂടി നമ്മൾ വളർത്തി എടുക്കണം. ഉദാഹരണമായിട്ട് ബ്യൂട്ടീഷ്യൻ വർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാധാരണ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനും പുറമെ 2-3 വർഷങ്ങൾ കൊണ്ട് 1000 രൂപയുടെ 1000 വർക്കുകൾ ചെയ്താൽ പ്രസ്തുത ഞാൻ പറഞ്ഞ 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ചെലവുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് ലാഭമായി 1000 രൂപ കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ തയ്യൽ ജോലികൾ അറിയുന്നവർ, വസ്ത്രങ്ങൾ വിപണനം ചെയ്യുന്നവർ എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു വസ്ത്രമോ അല്ലെങ്കിൽ ഉൽപ്പന്നമോ വിറ്റാൽ 100 രൂപ ലാഭം കിട്ടുമെങ്കിൽ 10 വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ വിറ്റാൽ 1000 രൂപ എല്ലാ ചെലവുകളും കഴിഞ്ഞ് ലഭിക്കുമെങ്കിൽ ഈ ഒരു പ്രവൃത്തി 1000 തവണ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ചെയ്ത് സമാഹരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് 10 ലക്ഷം രൂപ 2-3 വർഷം കൊണ്ട് സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ നമുക്ക് നല്ല അറിവുള്ള വ്യക്തിയാണെങ്കിൽ പ്രസ്തുത കാര്യങ്ങൾ മറ്റുള്ളവരെ പരിശീലിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ കാലയളവിൽ നമുക്ക് ഈ ലക്ഷ്യം നേടുവാൻ സാധിക്കും. ഡിസൈനിങ് ജോലികൾ, തയ്യൽ, ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ഇതൊക്കെ മറ്റുള്ളവരെ 1000 into 1000 മണി മെത്തേഡ് ഉപയോഗിച്ച് പരിശീലിപ്പിച്ചാൽ 1 വർഷം കൊണ്ട് തന്നെ ഈ ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മുടെ കഴിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1000 പേരിൽ നിന്ന് 1000 രൂപ ഫീസ് വാങ്ങി പഠിപ്പിക്കുവാനുള്ള ഒരു കഴിവ് നമ്മളിലുണ്ടെങ്കിൽ അതിനെ നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്പർ 1 ആക്കി എടുക്കണം. 100ൻ്റെയോ 10ൻ്റെയോ ഗുണിതങ്ങളായിട്ട് 1000 രൂപ ലാഭം കിട്ടുന്ന ഒരു കാര്യം 1000 തവണ നമ്മൾ ചെയ്താൽ ഈ പറഞ്ഞ 10 ലക്ഷം രൂപ സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത് 2-3 വർഷങ്ങൾ കൊണ്ട് ചെയ്യാം, 2-3 മാസങ്ങൾ കൊണ്ടും ചെയ്യാം. ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 1000 രൂപ ലാഭം കിട്ടുന്ന കാര്യം 1000 തവണ ചെയ്താൽ ഈ 10 ലക്ഷം രൂപ സേവ് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. ഇനി 1000 രൂപ ലാഭം കിട്ടുന്ന ഒരു കാര്യം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ 100 രൂപ ലാഭമുള്ള ഒരു സാധനം 10 പേർക്ക് വിൽക്കുവാനോ അല്ലെങ്കിൽ 10 രൂപ ലാഭമുള്ള സാധനം 100 പേർക്ക് വിൽക്കുവാനോ ശ്രമിക്കാം. ഈ ഒരു കണക്ക് മനസ്സിൽ കൂട്ടിക്കൊണ്ട് 1000 രൂപ ലാഭമുള്ള ഒരു സർവീസോ വിപണനമോ 1000 പേരിലേക്ക് ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ എത്തിക്കുവാൻ ശ്രമിക്കാം. ഈ ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സമയത്തിനാണ്. ഇതൊരു പക്കാ ബിസിനസ് മൈൻഡാണ്. അതിനേക്കാൾ ഉപരി ഇതൊരു തന്ത്രവുമാണെന്ന് പറയാം. മറ്റുള്ളവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഈ 10 ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്തുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു കഴിവുള്ള ആളുകളുമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ 1999 രൂപ ഫീസൊക്കെ വാങ്ങിക്കുന്ന ഓൺലൈൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ? അതും ഇതുപോലെയൊക്കെ തന്നെയാണ്. തനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുകയും ഈ പരിശീലനം ആളുകൾ ഡിമാൻഡ് ചെയ്യുകയും ജീവിതത്തിൽ അവർക്ക് നല്ല മാറ്റങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ നിങ്ങളിലുള്ള ഒരു കഴിവ് കണ്ടെത്തണം. ഇനി ഒരു കഴിവുമില്ലാത്തവർ ലാഭം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് മറിച്ച് വിൽക്കുവാനെങ്കിലും ശ്രമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും കടമായിട്ട് വിൽക്കുവാനോ സർവീസുകൾ ചെയ്യുവാനോ ശ്രമിക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 10 ലക്ഷം രൂപ 2-3 വർഷം കൊണ്ട് സമ്പാദിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വരുമാനവും ജീവിത ചെലവുകളും എല്ലായ്പ്പോഴും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുവാനും ശ്രമിക്കണം. ഇങ്ങനെ 10 ലക്ഷം രൂപ 2-3 വർഷം കൊണ്ട്
2-3 മാസങ്ങൾ കൊണ്ടോ സമ്പാദിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഒറ്റയ്ക്കിതൊന്നും സാധിക്കില്ല, കൂടെ 1-2 പേരുടെ സപ്പോർട്ട് കൂടി വേണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരുമിച്ച് ചേരുവാനായിട്ട് നമ്മുടെ ചിമ്മന വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മൊബൈൽ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ടെലിഗ്രാം എന്ന് കൊടുക്കുവാൻ മറക്കരുത്. നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ അവരവരുടെ ജില്ലയുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം. അവിടെ നിങ്ങളുടെ ബിസിനസ് ആശയങ്ങളും നിങ്ങളുടെ സ്ഥലവും മറ്റുള്ള അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അതേ ആശയങ്ങളുമായിട്ട് യോജിച്ച പങ്കാളികളെ എത്രയും വേഗം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.